ഹലോ ഗൈസ്, നമ്മൾ അങ്ങനെ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗോപാൽസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള എൻട്രി. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ബസ്സിലാണ് കൊണ്ടുപോകുക. അപ്പോൾ നമ്മുടെ കർണാടക KSRTCയിലാണ് ഇപ്പോൾ നമ്മൾ കയറാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ ഇതിൽ കയറുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ടിക്കറ്റൊക്കെ എടുത്തു ഇതേ ഓരോരുത്തരായിട്ട് വണ്ടി കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു വണ്ടിയിൽ കയറുന്ന അത്ര ആൾക്കാരെ അവർ സെറ്റാക്കി നിർത്തും. അതിനുശേഷം എല്ലാവരും വണ്ടിയിലേക്ക് എത്തണം. ഞങ്ങൾ നേരത്തെ ഇറങ്ങിയത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറച്ച് നേരം ക്യൂ നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിട്ടാണ് ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയത്. എന്നാൽ തന്നെ നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇനി മോളിൽ പോയി കഴിഞ്ഞാൽ മഞ്ഞിനൊക്കെ കാണുമോ ഇല്ലേ എന്നുള്ളതൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. എന്നാലും എൻ്റെ സംശയം വെറുതെ ആയില്ല, മഞ്ഞൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല തണുത്ത കാറ്റും അതുപോലെ വെയിലും ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വെയിലിൻ്റെ ചൂട് അധികം അറിയാനുണ്ടായിരുന്നില്ല. ഏകദേശം 5 കിലോമീറ്ററോളം ട്രാവൽ ചെയ്തിട്ടാണ് കേട്ടോ ഇതിന് മുകളിലേക്ക് എത്തിയത്. പിന്നെ ഇങ്ങനെ ഒരു ബസ് സർവീസ് ആയതുകൊണ്ട് തന്നെ തിരക്ക് വളരെ മിനിമലായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ട്രിപ്പ് ആൾക്കാർ അവിടേക്ക് ഒന്ന് ആസ്വദിച്ച് വരുമ്പോഴേക്കും അടുത്ത ട്രിപ്പ് ആൾക്കാർ ബസ് കയറി താഴേക്ക് ഇറങ്ങാനുള്ളതുണ്ട്. അപ്പം എന്താണെന്ന് വെച്ചാൽ വലിയ തിക്ക് നിരക്കും ഇല്ല. അമ്പലത്തിലേക്ക് കയറുന്ന ഈ വഴി കൂടെ നടക്കുമ്പോൾ വലതുവശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ മുഴുവൻ മലനിരകൾ മാത്രമാണ് കേട്ടോ. മരങ്ങളൊന്നുമില്ല, മൊത്തം പുൽമേടുകളായിരുന്നു. നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ. നമ്മൾ ഈ ആനിമേഷൻ ഫിലിമിലൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ പച്ചപ്പ് വിതച്ച് ഇങ്ങനെ കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. കണ്ടില്ലേ, സൈഡിലുണ്ട്. അതിൻ്റെ റിവ്യൂ ഞാൻ കാണിച്ചു തരാം. ഈ സൈഡിൽ കാണുന്ന മതിലിന് മുകളിൽ കയറി ഞാൻ വീഡിയോ എടുക്കുമായിരുന്നു. ആ ടൈമിൽ ഇതേ പുല്ലിൻ്റെ അപ്പുറത്തുനിന്ന് ഒരു കൂട്ടം മാനുകൾ ഇങ്ങനെ കയറി വരുന്നുണ്ടായിരുന്നു കേട്ടോ. അവർ പക്ഷേ ആൾക്കാരെ കണ്ടതുകൊണ്ടായിരിക്കണം താഴേക്ക് തന്നെ ഇറങ്ങിപ്പോയി. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കാണാൻ പറ്റുക എന്നുള്ളത് ഭയങ്കര ഒരു ഭാഗ്യം തന്നെയാണ് കേട്ടോ. കാരണം നമ്മൾ ഓരോ തവണയും അറിയാതെ ഓരോ സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് പുതിയ പുതിയ അറിവുകൾ കിട്ടുകയാണ്, പുതിയ പുതിയ കാഴ്ചകൾ കാണുകയാണ്. ഇതൊക്കെ എന്താ പറയുക, നല്ലൊരു ഗുഡ് ഫീലാണ് തരുന്നത്. കാടും മലയും മഞ്ഞും ഒക്കെ ആസ്വദിക്കുന്ന, അതിനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റിയ ഒരു ഗുഡ് സ്പോട്ടാണ് കേട്ടോ നമ്മുടെ ഗോപാൽസ്വാമി വട്ടക്ഷേത്രം. പക്ഷേ കുറച്ചുകൂടി നേരത്തെ വരികയാണെങ്കിലുള്ള നമുക്ക് മഞ്ഞൊക്കെ കാണാൻ പറ്റും. ഞങ്ങൾ വന്നപ്പോഴത്തേനും ഇതാ വെയിലായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അത് കൂടെയൊക്കെ നടന്നു. നല്ല ക്ലീൻ ആയിട്ടുള്ള സ്പേസാണ് അവിടെയൊക്കെ ഉള്ളത്, നല്ല വൃത്തിയാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഫുഡ് ഐറ്റംസ് അതുപോലെ വെള്ളം ഇതൊന്നും അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. ഇതെല്ലാം ബാഗൊക്കെ ചെക്ക് ചെയ്ത് അവിടെ മാറ്റി വെച്ചതിന് ശേഷം മാത്രമേ നമ്മളെ അവർ ബസ്സിൽ കയറ്റുള്ളൂ. പിന്നെ ഇന്നത്തെ പോലെയും നമ്മൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസ് എടുത്തു, വീഡിയോസ് എടുത്തു. കാരണം ഇത്രയും ഭംഗിയിൽ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് എങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാതിരിക്കാൻ തോന്നുക അല്ലേ. അപ്പോൾ അതെ, ഞാൻ നിൽക്കുന്ന ഈ ഒരു സൈഡിൽ മാനുകളുണ്ട് കേട്ടോ, കുറച്ച് ദൂരെയായിട്ട്. പക്ഷെ നമ്മുടെ വീഡിയോയിൽ അത് ക്ലിയർ അല്ല. ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങളത് തിരിച്ച് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഒരു KSRTC മുകളിലേക്ക് കയറി വന്നിട്ടുണ്ട് ഒരു ട്രിപ്പായിട്ട്. അപ്പോൾ ഞാൻ ബസ്സിൽ നമുക്ക് തിരിച്ച് പോകാൻ പറ്റും. വരുമ്പോൾ ഞങ്ങൾ നിന്നാണ് വന്നത്, പോകുമ്പോൾ ഞങ്ങൾക്ക് ആ സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. രാവിലെ വളരെ ലൈറ്റായിട്ട് ഒരു ദോശ മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല വിശപ്പായിരുന്നു. അപ്പോൾ താഴെ എത്തിയിട്ട് വേണം നമുക്ക് എന്തെങ്കിലും കഴിക്കാമെന്നും പറഞ്ഞ് നിൽക്കുകയാണ്. വെള്ളം പോലും കയ്യിലില്ല. ക്യൂ നിന്ന ടൈമിൽ ഞങ്ങളുടെ മുന്നിലുള്ള ചേച്ചിയുടെ കയ്യിൽ നിന്ന് വെള്ളം കുപ്പിയൊക്കെ വാങ്ങി വെക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചെന്നാൽ മുകളിൽ പോയാൽ എന്തെങ്കിലുമൊക്കെ ഫുഡ് ഐറ്റംസോ അല്ലെങ്കിൽ വെള്ളമെങ്കിലും ഉണ്ടാവുമെന്ന്. പക്ഷേ മുകളിൽ കയറി വന്നിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങളങ്ങനെ വിശന്ന് കഴിഞ്ഞ് കുറേ നേരം നടന്നിട്ടുണ്ടായിരുന്നു. ഇനി എന്തായാലും താഴെ പോയാൽ ഫസ്റ്റത്തെ പരിപാടി എന്ന് പറയുന്നത് എന്തെങ്കിലും കഴിക്കുക എന്നുള്ളതാണ്. എന്തെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു എന്നുള്ള പ്രാർത്ഥനയിലാണ് പോകുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, ആരും മറക്കരുത്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.